നമ്പർ സിസ്റ്റം, അതായത് ബാങ്ക് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോ ക്ലാസ്സുകളായിട്ട് നമ്മൾ ബേസിക് മാത്സും അതുപോലെ തന്നെ എന്താണ് സിംപ്ലിഫിക്കേഷൻ്റെ ക്വസ്റ്റൻസുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് പഠിച്ച ആളുകൾക്ക് ഇതൊക്കെ ഈസി ആയിരിക്കും. കാരണം ഇവിടെയൊക്കെ നമുക്ക് എന്താണ് ഒരുപാട് കാര്യങ്ങൾ നമ്പേഴ്സുമായിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങളുണ്ട്. ഈ ക്വസ്റ്റൻസിൻ്റെ ഒക്കെ സ്റ്റാർട്ടിങ്ങിന് ഒരു പ്രത്യേകത നോക്കി നിങ്ങൾ എല്ലാ ക്വസ്റ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ സം ഓഫ് ടു നമ്പേഴ്സ്, ഇവിടെ സം ഓഫ് നമ്പേഴ്സ് ഉള്ളത് എല്ലാം ഇങ്ങനെ സം ഓഫ് നമ്പേഴ്സ് വെച്ചിട്ടുള്ള ഡിഫറെൻ്റ് ആവും. ഒരേ ക്വസ്റ്റൻ അല്ല കേട്ടോ. ഇവിടെ നോക്കി അതിൻ്റെ 4 ടൈംസ് വെച്ചിട്ടുള്ള ക്വസ്റ്റൻ ഉണ്ട്, നാച്ചുറൽ നമ്പേഴ്സ് നമ്മളുണ്ട്. ഏറ്റവും പ്രത്യേകത എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻ ഇതാണ്, ഇൻ ബിറ്റ്വീൻ നമ്പേഴ്സിൻ്റെ സം. ഇപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ 23 മുതൽ 65 വരെ നമ്പർ എടുത്ത് പ്ലസ് ചെയ്യണം. പണ്ട് ഞാനൊരു എക്സാം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 23, 24, 25 അങ്ങനെ ഒരു 5 മിനിറ്റൊക്കെ എടുത്തിട്ട് ഈ ഒരു ഒറ്റ സിംഗിൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇവിടെ നമുക്ക് എന്താണ് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സാം ഓറിയൻ്റഡായിട്ട് എങ്ങനെ നമുക്ക് പഠിക്കാം. എക്സാമിന് ഒരുപാട് സ്റ്റെപ്പ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ടൈം നമുക്ക് സെക്ഷണൽ ടൈമൊക്കെ ഉണ്ടല്ലോ, ഓരോ സെക്ഷൻ വൈസ് ടൈമുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എപ്പോഴും ഒരു നമ്പർ സിസ്റ്റം പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ. നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെ എഴുതാതെ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ആദ്യം മനസ്സിലാക്കിക്കോ. സം ഓഫ് ടു നമ്പേഴ്സ്, ഡിഫറൻസ് തന്നിട്ടുണ്ട്. രണ്ട് നമ്പർ ഉണ്ട്, അത് ആഡ് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ ഉണ്ട്, പിന്നെ ഡിഫറൻസ് ഇൻ ബിറ്റ്വീൻ നമ്പർ ഗ്യാപ്പ് എത്ര ഉണ്ട്, അതാണ് ഈ സംഭവം ഉള്ളത്. 96 and 20 ഉണ്ട്. നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസാണ് ചോദിക്കുക. ഫസ്റ്റ് വൺ ഈസ് ലാർജർ നമ്പർ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ സ്മോളർ നമ്പർ ചോദിക്കും. ഈ രണ്ട് ഇങ്ങനെയും ചോദിക്കാം ഇങ്ങനെയും ചോദിക്കാം. രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. ഇത് രണ്ടിലും നമുക്ക് നോക്കിയിട്ട് ആൻസർ പറയാം. ഇവിടെ നോക്കിയിട്ട് 96, 116, 58 എന്ന് പറയാം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ. ഇവിടെ നോക്കി സം ഓഫ് നമ്പേഴ്സ് 96 ഉണ്ട്, 20 ഉണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത് ലാർജർ ആണോ സ്മോളർ ആണോ ചോദിച്ചത്. ഇത് ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. എപ്പോഴാണ് ലാർജർ ആവുക നമ്പർ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമുക്ക് രണ്ട് അഡീഷൻ ഓപ്പറേറ്റേഴ്സ് ചോദിക്കാം. പ്ലസ് ചെയ്യുമ്പോഴാണോ മൈനസ് ചെയ്യുമ്പോഴാണോ വലുതാവുക. സിമ്പിളായിട്ട് നമുക്ക് പറയാം എന്താണ് പ്ലസ് ചെയ്യുമ്പോഴാണ് വലുതാവുക. അപ്പോൾ നിങ്ങൾ ലാർജർ ചോദിച്ചാൽ പ്ലസ് ചെയ്യുക. എന്തൊക്കെ തമ്മിൽ പ്ലസ് ചെയ്യുക, ഈ 96 and 20 പ്ലസ് ചെയ്യുക. ഒക്കെ നമ്മുടെ മെൻ്റൽ കാൽക്കുലേഷൻ, പേപ്പറിൽ എഴുതേണ്ട ആവശ്യമില്ല. 96 and 20 116 ആണ്. ഈ 116 കിട്ടിയാൽ അതിൻ്റെ പകുതി എടുക്കുക. ഇതൊക്കെ നിങ്ങൾ എഴുതാതെ ചെയ്യേണ്ട കാര്യമാണ്. 116ൻ്റെ പകുതി. അപ്പോൾ നമ്മൾ ഈ 116 എങ്ങനെ കിട്ടിയത് വേണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സാമിന് വരുന്ന പാർട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇത് നോട്ടിൽ എഴുതി വയ്ക്കാം. 96 + 20/2 അല്ലേ 116ൻ്റെ പകുതി എത്ര വരിക, 58, 58 വരിക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു നമ്പറിൻ്റെ ഇരട്ടി എടുക്കാനും പകുതി എടുക്കാനൊക്കെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് വളരെ ഈസിയാണ്. സോ ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇത് എഴുതി വയ്ക്കുക. ശരിക്കും ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാന്ന് പറയാം. ഒരു ബേസിക് ആയിട്ടുള്ളൊരു സംഭവം എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. x + y = 96, x - y = 20. ഇത് തമ്മിൽ കമ്പൈൻ ചെയ്യും, അല്ലെങ്കിൽ മൈനസ് ചെയ്യും, പ്ലസ് ചെയ്യും, അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് നമ്മൾ 2 സ്റ്റെപ്പ് അധികം എടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ എക്സാമിനൊക്കെ നമുക്ക് വളരെ സ്പീഡായിട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഈ റൂൾ അപ്ലൈ ചെയ്യാം. റൂൾ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്, റൂൾ ഇത്രയേ ഉള്ളൂ. സം ഓഫ് ടു നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിഫറൻസ്. ഈ സംഭവം നിങ്ങൾ നോക്കണം, ഈ ക്വസ്റ്റ്യൻ തല്ലേ എന്നുള്ളത്. സമ്മും ഡിഫറൻസ് നന്നാ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, മറ്റേ പരിപാടി പ്ലസ് ചെയ്യുക അല്ലെങ്കിൽ മൈനസ് ചെയ്യുക. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ സ്മോളർ. ഞാൻ പറഞ്ഞു ലാർജർ നമ്പർ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, വലിയ നമ്പർ ചോദിച്ചാൽ വലുതാവുക എപ്പോഴാണ്, പ്ലസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ സ്മോളർ എപ്പോഴാണ് നമ്പർ ചെറുതാവുക, മൈനസ് ചെയ്യുമ്പോൾ. അപ്പോൾ എന്തൊക്കെ തമ്മിൽ മൈനസ് ചെയ്യണം, 96 and 20 മൈനസ് ചെയ്യും. 96ൻ്റെയും 20യുടെയും ഡിഫറൻസ് എടുക്കുക. എത്ര വരിക, 96ന് 20 കുറയ്ക്കാൻ വലിയ പാടൊന്നുമില്ല. എത്ര വരും, 76, 76 വരും. 76ൻ്റെ ഹാഫ് 38. സോ സ്റ്റെപ്പ് ചെയ്യണമെന്നൂടി പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ടിൽ ഫസ്റ്റ് ആദ്യമായിട്ട് പഠിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഇത് നോട്ടിൽ തീർച്ചയായിട്ടും എഴുതി വയ്ക്കാം. ഇവിടെ സംഭവത്തിലുള്ളൂ 96 - 20/2. നമുക്ക് എന്ത് വരും, 76/2 38. ഒന്നും എഴുതാൻ പാടില്ല. അടുത്ത എക്സാമിന് വരുമ്പോൾ ചെയ്യേണ്ടത് നോട്ടിൽ നിന്നോട്ടെ, കാരണം നോട്ടിൽ നമുക്ക് ആവശ്യമാണ്. സോ 76/38 ഇതില്ലല്ലോ. ഓക്കെ, സോ ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി. എനിക്ക് തോന്നി ഓപ്ഷൻ ടൈപ്പ് ചെയ്തപ്പോഴുള്ള മിസ്റ്റേക്ക്. എന്തായാലും 38 ആണ്. ഈ ഓപ്ഷൻ ഒന്നുമില്ല ശരിക്കും. 38 ആണ് ആൻസർ വരിക. അത് മാർക്ക് ചെയ്ത് വയ്ക്കുക. സോ നമുക്കിവിടെ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 38. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ, പക്ഷെ ഇവിടെ ഡിഫറൻസ് ഒന്നുമില്ലല്ലോ. നോക്കി സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 32 ഉണ്ട് അല്ലേ. 32 ഉണ്ട്. വൺ നമ്പർ ഈസ് എക്സീഡ്സ് ദ അതർ ബൈ 18. ഇതിൻ്റെ മീനിങ് എന്താണ്,
ഇതേ കാര്യം നമ്മൾ ഏജിൽ കാണും. കുറച്ച് കഴിഞ്ഞ് ഏജ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ കാണും 1 നമ്പർ ഈസ് എക്സീഡ്സ് അല്ലെങ്കിൽ 1 നമ്പർ ഈസ് ലോവർ ദാൻ എന്ന് പറയും. ഈ എക്സീഡ്സിന് പകരം എന്താണ് ലോവർ എന്നുള്ള സംഭവം തരും. ഈ രണ്ടെണ്ണം തന്നാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഒന്ന് മറ്റൊന്നിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ കുറവ് എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ സംഭവം എത്രയേ ഉള്ളൂ, 2 നമ്പർ പ്ലസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് A+B എന്ന് പറയാം 32 അല്ലേ. ഒന്ന് മറ്റൊന്നിനേക്കാളും എക്സീഡ് ചെയ്യാന്ന് വെച്ചാൽ A-B = 18, ഇത്രയേ ഉള്ളൂ. അപ്പോൾ സെയിം ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പാറ്റേൺ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വേർഡ് മാറ്റുമ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ശരിയാണോ സെയിം ആണോ, സമ്മും ഡിഫറൻസും അല്ലല്ലോ വന്നിട്ടുള്ളത്. പക്ഷേ സമ്മും ഡിഫറൻസ് തന്നെയുള്ളത് A+B A-B. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി. നമ്മോട് ചോദിച്ചതാണ് ഫൈൻഡ് ദ ഗ്രേറ്റർ നമ്പർ, വലുതാവണമെങ്കിൽ പ്ലസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത് കാണുമ്പോൾ തന്നെ നോക്കി സം 2 നമ്പേഴ്സ് 32 നമ്മൾ എഴുതി വെച്ചു. എക്സീഡ്സിന് കണ്ടു, എക്സീഡ്സ് ആണെങ്കിൽ ഡിഫറൻസ് ആണ് 18. ഈ ഡിഫറൻസ് കണ്ടു 32. ഗ്രേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞു വലുതാവുക, പ്ലസ് വലുതാവുക എന്ന് പറഞ്ഞു. സോ പ്ലസ് ചെയ്യണം 32 + 18. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ പറയുകയാണ്. ഞാനിപ്പോൾ ഇത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ എഴുതും 32 × 10 42 × 50, 50ൻ്റെ പകുതി 25, 25 ആൻസർ വരും. ഇതിൽ ആൻസർ വരും 32 A+8 40 50/2 25. നമുക്ക് ഗ്രേറ്റർ ആണോ? ഓക്കെ ഗ്രേറ്റർ ആണ് അല്ലേ. നമുക്ക് വാല്യൂ വരെ 25. ഇല്ല സ്മോളർ നമ്പർ ഒന്ന് കണ്ടുപിടിച്ചാലോ. സ്മോളർ നമ്പർ 32 - 18 18 4 22 14 അല്ലേ വരിക. 14/7 വരും. ഇതൊന്ന് ശരിയാണോ ചെക്ക് ചെയ്ത് നോക്കുക. 25 7 32, 25 7 കുറച്ച് 18. ശരി തന്നെയാണ്. 25 and 7 ആണ് 2 നമ്പേഴ്സ് ഉള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരേ പാറ്റേൺ തന്നെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് പോകും. നോക്കാം, നമുക്കിവിടെ സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 25 ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ A+B ഉണ്ട് അല്ലേ. A+B = 25. ഡിഫറൻസ് തന്നിട്ടുണ്ട്. പക്ഷെ എന്താ മുഴുവൻ വായിക്കണം നിങ്ങൾ. എക്സാമിന് നമ്മൾ ക്വസ്റ്റ്യൻ മുഴുവൻ വായിക്കാതെ ഈ 75 ഒക്കെ വെച്ച് ചെയ്യും. പക്ഷേ ഇവിടെ ഡിഫറൻസ് എന്തായാലും 75 വരില്ല, അത് വേറെ കാര്യം. അപ്പോൾ എന്താ ഉള്ളത്, ഡിഫറൻസ് ഓഫ് ദെയർ സ്ക്വയേഴ്സ്. അപ്പോൾ എന്താ ഉള്ളത് A², ഇതിൻ്റെ സ്ക്വയറിൻ്റെ ഡിഫറൻസ് അല്ലേ -B² = 75. സോ ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 നമ്പേഴ്സ്. 2 നമ്പറിന് ഡിഫറൻസ് ചോദിച്ചു, നമുക്ക് A-B കണ്ടുപിടിക്കണം. പണ്ടൊക്കെ ഞാൻ എക്സാം എഴുതുകയാണെങ്കിൽ ഇതിപ്പോൾ റൂട്ട് എടുത്താൽ പോരെ കിട്ടും. √A² അല്ലേ, നമുക്ക് അങ്ങനെയൊക്കെ പണ്ട് വിചാരിക്കും. -B² = ചെയ്താൽ A-B കിട്ടില്ലേ. ശരിക്കും ഇതൊന്നുമില്ല, ഇങ്ങനെയൊന്നും റൂളൊന്നുമില്ല, ഇത് വേറെ സംഭവമാണ്. റൂട്ട് എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്കിവിടെ ഇത് കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവണം, നമുക്ക് A+B ഉണ്ട് അല്ലേ. A² - B² ഉണ്ട്. A-B കണ്ടുപിടിക്കണം. അപ്പോൾ അത് നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. A² - B² = A+B ഇൻറ്റു എന്താണുള്ളത് A-B. സോ ഇതാണ് ഇക്വേഷൻ ഉള്ളത്. ആ ഇക്വേഷൻ എപ്പോഴും നമുക്ക് ആവശ്യമുള്ള ഇക്വേഷനാണ്. സോ A² - B² = A+B ഇൻറ്റു A-B. ഇത് എപ്പോഴാണ് ഒരു കേസിലും കൂടി വരും. ഇപ്പോൾ നമുക്ക് ഭിന്നസംഖ്യകൾ ഇപ്പോൾ 0.2 × 0.3 + 0.2 × 0.5 ഇങ്ങനെ ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാവില്ലേ. 0.6 അല്ലെങ്കിൽ ഇതിലിപ്പോൾ A+B ആയിരിക്കും അല്ലേ, A-B അങ്ങനത്തെ ക്വസ്റ്റ്യനിലും ഇത് വരും. അത് നമ്മൾ ന്യൂമറിക്കൽ ഡെസിമൽ സിസ്റ്റം വരുമ്പോൾ നമുക്ക് പഠിക്കാം. സോ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. A² - B² എന്താ വരിക. A² - B² എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ ഉള്ളത്, 75 ഓൾറെഡി ഇവിടെ ഉണ്ട്. A+B നമ്മളെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 25. സോ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് A-B. A-B എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഈ 25 ഇവിടുന്ന് താഴേക്ക് പോയാൽ മതി. ഇല്ലെങ്കിൽ ശരിക്കും എപ്പോഴും എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുക. മറ്റേ നിങ്ങളൊരു സ്റ്റെപ്പ് എഴുതണം. 75 വീണ്ടും താഴെ 25 ഇത് കട്ട് ചെയ്യണം. സോ ഇതിൻ്റെ ആവശ്യമില്ല, ഇത് സംഭവം അത്രേ ഉള്ളൂ. ഇവിടുന്ന് തന്നെ കട്ട് ചെയ്യുക. ഇവിടുന്ന് 3 ഡയറക്റ്റ് സ്റ്റെപ്പ് എന്ന് ചെയ്താൽ അത്രയും നമുക്ക് സ്പീഡ് കിട്ടും. 3 ഉണ്ടോ ആൻസർ? യെസ്. സോ ഫൈനൽ ആൻസർ എന്ത് വരും? 3 എന്ന് പറയും. നമുക്ക് അടുത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പോകുന്നതിന് മുന്നേ നമുക്കൊരു ഇക്വേഷൻ നമ്മൾ സ്കൂളിൽ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. A+B² അല്ലേ, നമ്മൾ ചാക്കോ മാഷ് പഠിപ്പിച്ചിട്ടുള്ള ഇക്വേഷനാണ്. അപ്പോൾ അത് നമുക്കിവിടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. A² + B² + 2AB അല്ലെങ്കിൽ A+B × A-B + 2AB + B² അങ്ങനെയും പറയാം. A-B² എന്താണുള്ളത്? A² + B² - 2AB അല്ലേ ഡിഫറൻസ് ഉള്ളത്. എനിക്ക് ചോദിക്കാനുള്ളത് ഇത് രണ്ടും ഈക്വൽ ആക്കാൻ എന്ത് ചെയ്യും? ഇത് രണ്ടും ഈക്വൽ, ശരിക്കും ഇത് രണ്ടും ഈക്വൽ അല്ലല്ലോ. അല്ല, എന്തുകൊണ്ടാണ്?
ഇവിടെ +2ab ഉണ്ട്, ഇവിടെ -2ab ഉണ്ട്. ഇത് രണ്ടും ഈക്വൽ ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഇതെങ്ങനെ ഇപ്പോൾ ഈക്വൽ ആക്കുക? എനിക്ക് ഈക്വൽ ആക്കണം എന്ന് വെച്ചാൽ ഈ a+b² ഈ a-b² എനിക്ക് ഈക്വൽ ആക്കണം. അപ്പോൾ രണ്ടും ഒരേപോലെ തുല്യമാക്കണേ എന്ത് ചെയ്യും? ശരിക്കും ഇവിടെ +2ab ആണെങ്കിൽ ശരിയായിട്ടല്ലേ? ഇവിടെ മൈനസിന് പകരം ഇവിടെ പ്ലസ് ഇട്ടാൽ എല്ലാം ശരിയായി. ഇപ്പോൾ രണ്ടും കൂടി ഈക്വൽ ആക്കിയായിരുന്നു. ഞാൻ എന്ത് ചോദിച്ചാൽ തൽക്കാലം ഇതിന്ന് -2ab മൈനസ് ചെയ്തു, ഇത് -2ab ചെയ്തു. അപ്പോൾ എന്താ വരിക? -2ab ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് 2abയും ഈ 2abയും പോയി, ബാക്കി a² + b². അപ്പോഴും ഈക്വൽ ആക്കാൻ പറ്റില്ല അല്ലേ? 2ab ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ 4ab മൈനസ് ചെയ്തു, -4ab ചെയ്യുമ്പോൾ എന്താ വരിക? -4ab ചെയ്യുമ്പോൾ നമുക്കിവിടെ 2abയിൽ നിന്ന് -4ab ചെയ്യുമ്പോൾ എന്ത് വരും? -2ab. അപ്പോൾ ഇതിന് പകരം നോക്കി, ഇത് രണ്ടും കൂടി കുറയ്ക്കുമ്പോൾ -2ab. ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ അറിയില്ല, നിങ്ങൾ നോക്കുക. ഈ 2abയിൽ നിന്ന് -4ab വയ്ക്കും, -2ab. സോ -2ab വരും ഇവിടെ. സോ -2ab വരും. അപ്പോൾ രണ്ടും ഈക്വൽ ആക്കാമല്ലോ. അപ്പോൾ ശരിക്കും ഇത്രയേ ഉള്ളൂ. a+b² എന്ന് എന്ത് ചെയ്താൽ മതി? a+b² എന്നുള്ള വാല്യൂ ഒന്ന് -4ab കുറച്ചാൽ ഇത് രണ്ടും ഈക്വൽ ആക്കാം. അത് പഠിച്ചു വയ്ക്കാൻ നിങ്ങൾക്കിത് മേ ബി ഇത് ഇങ്ങനെ പറഞ്ഞ് കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. കൺസെപ്റ്റിൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെങ്കിൽ എടുക്കാം. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. a+b² എന്ന് അല്ലേ നമ്മുടെ വാല്യൂ ഉണ്ടല്ലേ, -4ab മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ a-b² ആവും. സോ വീഡിയോ ഒന്ന് വേണമെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് വന്നതെന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. രണ്ടും ഈക്വേറ്റ് ചെയ്യാൻ വേണ്ടി, ഈക്വൽ ആക്കാൻ വേണ്ടി ചെയ്യുന്ന ടെക്നിക്ക് ഇതാണ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ സം ഓഫ് 2 നമ്പേഴ്സ് 30 ആണ്. നമുക്ക് തന്ന വാല്യൂസ് എന്തൊക്കെയുള്ളത്? a+b ഉണ്ടല്ലേ, ഇവിടെ a+b ഉണ്ട്. പ്രൊഡക്റ്റ് ഉണ്ടല്ലേ, ab ഉണ്ട്, ഉണ്ട് 216 ഉണ്ട്. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പേഴ്സ്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? a-b. ഇതിൽ തന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ a+b² a+b 30 ഉണ്ട്, 30² -4ab. 4ab എന്താണ്? 4. ഇവിടെ ab ഇവിടെ ഉണ്ട്. 4 × 216, 4 × ab അല്ലേ, 4ab ആണ് നോക്കുന്നത്. 216 ഉണ്ട്, 4 × 216. അപ്പോൾ 30² 900 അല്ലേ, 900 നമുക്കറിയാം. മൈനസ് ഈ 4 × 216. ഞാൻ ചെയ്യുന്ന അത്രയേ ഉള്ളൂ, ഇരട്ടിയുടെ ഇരട്ടി. എപ്പോഴും 4 കൊണ്ട് മൾട്ടിപ്ലൈ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ടെക്നിക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങളും പഠിച്ചു വയ്ക്കുക, ഈസിയാണ്. ഇതാണ് എക്സാമിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇത്ര ടെക്നിക്സ് ഞാൻ ചെയ്തുകൊണ്ടാണ് ബാങ്ക് എക്സാം ഞാൻ ക്രാക്ക് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇതുപോലത്തെ ടെക്നിക്സ് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഫോളോ ചെയ്യും. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഈ ചാനലിലെ കാര്യങ്ങൾ പറയാം. നമ്മളിങ്ങനെ യൂട്യൂബിൽ നമ്മൾ ഫ്രീ ആയിട്ടുള്ള ബാങ്ക് ക്ലാസ്സസ് കോഴ്സസ് തുടങ്ങുന്നുണ്ട്. സോ ഈ 216ൻ്റെ ഇരട്ടിയുടെ ഇരട്ടി എങ്ങനെ എടുക്കാം? 2 ഇരട്ടി എടുത്താൽ മതി. 216 എന്ന് വെച്ചാൽ എനിക്ക് വിചാരിക്കും ഇപ്പോൾ ഈ ടൈം കൊണ്ട് ചെയ്യണം. പക്ഷേ 216 എന്ന് വെച്ചാൽ 432 864. നമുക്ക് 764 ഒറ്റ സ്റ്റെപ്പിൽ പറഞ്ഞു. മറ്റേ നമ്മൾ 216 എഴുതണം, ഇൻറ്റു എഴുതണം, 4 എഴുതണം, 6 4 24, 2 4 6 4 8 ടൈം കൺസ്യൂം ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ 216 ആണെങ്കിൽ 400 432 764 864 മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? പ്ലസും മൈനസും പഠിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ബേസിക് ഇല്ലാത്ത ആളുകൾ ഇവിടെ സ്ലോ ആകും. 900 എടുക്കും, മൈനസ് ചെയ്യും. ബാക്കിയുള്ള ആൾക്ക് എന്താണ്? ഇത് കുറച്ചുകൂടി ഈസിയാണ്. ഇത് നമുക്കിവിടെ 36 വരിക. ഈ 36 36 എന്താണ്? a+b² ആണ് 36 വരിക. സോ നമുക്കിവിടെ a+b എന്ത് വരും? ഹോൾ² 36 ആണെങ്കിൽ √36 എടുത്താൽ a+b വരും. ഈ a+b നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ? ഇവിടെ നമുക്ക് ഇവിടെ നോക്കി ഇവിടെ a-b² അല്ലേ. ഓക്കെ, ഇവിടെ നമുക്ക് ലാസ്റ്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? ഇവിടെ a+b² അല്ല, നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ എന്താണ്? അപ്പോൾ ഇതൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് a+b² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് -4ab സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു a-b². സോ a-b² ആണ് 36. നമുക്ക് a-b കാണാൻ വേണ്ടിയിട്ട് √36 = 6 സം ഓഫ് നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരിക്കും ലോജിക്ക് വരിക? ഇവിടെ നമുക്ക് 5 ടൈംസ് ഓക്കെ സം ഓഫ് നമ്പർ ഉണ്ട്. ഈ ക്വസ്റ്റ്യനിൽ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ഞാൻ എടുത്തിട്ടുള്ളത് സം ഓഫ് നമ്പർ വെച്ചിട്ടുള്ള കാര്യങ്ങളാണുള്ളത്.
5 times one number is equal to 4 times another. ക്വസ്റ്റ്യൻ പാറ്റേൺ മാറി വെച്ചാൽ സെയിം സംഭവം ഉള്ളത്. കാരണം എന്താണ്, രണ്ട് നമ്പർ സമ്മ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 27 ഉണ്ട്. 5 times one number, 5 times a ഒരു നമ്പർ ഈക്വൽ ടു 4 times another number, 4 times b. ഇതാണുള്ളത്. ഇവിടെ നിന്ന് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് എങ്ങനെ പോകും? നമ്മൾ പലപ്പോഴും എന്താണുള്ളത്, ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം നമ്മൾ അറിയാതെ ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിക്കും. ആ കാര്യത്തിലാണ് നമ്മൾ പറയുന്ന പേരാണ് മൈൻഡ് മാപ്പ് എന്ന് പറയും. ഇത് വേറെ കാര്യങ്ങളൊന്നുമല്ല, ഇത് സംഭവം അത്രയേ ഉള്ളൂ. ഒരു സ്റ്റെപ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ റൂട്ട്, നമ്മളിപ്പോൾ മാപ്പിൽ എങ്ങനെ പോവുക, നമ്മളൊരു സ്ഥലത്തേക്ക് നമ്മളൊരു മാപ്പ് ഇടണം. നമുക്ക് റൂട്ട് ഓൾറെഡി അറിയാം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നിങ്ങൾ ടൗണിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ആ റൂട്ട് അറിയാം. ഒബ്വിയസ് ആയിട്ട് നിങ്ങളിപ്പോൾ ചില ആളുകൾ പറയാം, ഞാൻ കണ്ണും പൂട്ടി വണ്ടി ഓടിച്ചാലും എനിക്ക് ആ വളവ് തിരിവ് അറിയാമെന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കണ്ട് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ ഈ സംഭവം നമ്മുടെ മൈൻഡിലേക്ക് വരണം. ഇത് അടുത്ത റൂട്ട് എന്താണോ, സോ ആ വഴി കിട്ടിയാലേ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പ്രാക്ടീസാണ്. അപ്പോൾ അതിന് മൈൻഡ് മാപ്പ് ഉണ്ടാക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താണ്? ബാങ്ക് എക്സാമിന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് സെറ്റാക്കി വയ്ക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ എനിക്ക് ഓൾറെഡി അറിയാം. ഞാൻ അതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് എനിക്കറിയാം. പക്ഷേ പെട്ടെന്ന് ഒരാൾ കാണുകയാണെങ്കിൽ അയാൾക്ക് ഇതിൻ്റെ റൂട്ട് മനസ്സിലാവില്ല. അപ്പോൾ ആ റൂട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. ഇത് ചെയ്യാൻ അത്രയേ ഉള്ളൂ. ഇങ്ങനെ 5a ഈക്വൽ ടു 4b കണ്ടാൽ, എപ്പോൾ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇത് a:b എന്നുള്ള ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. a:b എന്നുള്ള ഫോർമാറ്റിലേക്ക് എങ്ങനെ കൊണ്ടുവരാം? നിങ്ങൾ ആലോചിക്കുക, എങ്ങനെ a:b ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാം? a:b ഈസ് ഈക്വൽ ടു a/b. അതാണ് ഇതിൻ്റെ ഒരു റൂൾ ഉള്ളത്. ഈ റൂള് പ്രകാരം ഇതിനെങ്ങനെ a/bയിലേക്ക് എത്തിക്കാം? a ഇവിടെ ഉണ്ടല്ലേ, a:b നമുക്ക് എത്തിക്കണം. അതാണ് നമ്മുടെ ടാസ്ക്. എന്താണ് നമ്മുടെ ടാസ്ക്? നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ a/b അല്ലെങ്കിൽ a:bയിലേക്ക് എത്തിക്കണം. a/bയിലേക്ക് ഇതിനെ എങ്ങനെ കൊണ്ടുവരാം? 5a 4b. a ഇവിടെ നിന്ന് നിർത്തി b ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ 5 ഇല്ലേ, ഈ 5നെ അങ്ങോട്ട് കൊണ്ടുപോകും. 5നെ അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് വെച്ചാൽ ഓൾറെഡി ഒരു 4 ഉണ്ട്. ഇവിടെയുള്ള മൾട്ടിപ്ലൈ ചെയ്യാനുള്ള 5 അപ്പുറം പോകുമ്പോൾ /5 ആവും. 4/5 ആവും. a/b 4/5 ആയി. a:b എന്ന് പറഞ്ഞാൽ എത്ര വരിക? 4:5. അപ്പോൾ ഈ 4:5 നമുക്ക് എങ്ങനെ ഇതിൽ അപ്ലൈ ചെയ്യാം? ഇതിലാണ് ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം 4:5. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4:5ന് വേറെ റൂള് നമുക്കറിയുന്ന കാര്യമാണ്. 4x ആണ് ഒരു വാല്യൂ. രണ്ട് നമ്പറിൽ ഒരു നമ്പർ 4xഉം ഒന്ന് 5xഉം ആണ് അല്ലേ ഉള്ളത്. ഈ 4x 5x ആണ് 4:5. ഈ 4ഉം 5ഉം കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കി നോക്കി, ഇവിടെ 4x ഒരു നമ്പറുണ്ട്, 5x = 27. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ 4 5 9x = 27, x = 3. x 3 കിട്ടിയാൽ നമ്മോട് ചോദിച്ചെന്താണ്? ഫൈൻഡ് ദ സ്മോളർ നമ്പർ. ഫൈൻഡ് ദ സ്മോളർ നമ്പർ ചോദിച്ചാൽ ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ ഇവിടെ നോക്കി നോക്കി, a:b 4:5. ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ എന്താ വരിക? 4 വരിക. b ചെറിയ നമ്പർ. a 4 കിട്ടി. ഈ 4 × 3 ചെയ്താൽ 12 കിട്ടും. സോ മേ ബി ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടാവുക. കുറേ ഇക്വേഷൻ ഉണ്ടല്ലോ, ചെയ്യാൻ പറ്റുമോ, മൈൻഡിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഉറപ്പായിട്ടും അടുത്ത എക്സാമിന് ഇത് വരും. അപ്പോൾ നിങ്ങൾ പെടും. അപ്പോൾ അതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, ഇതിപ്പോൾ തന്നെ പഠിച്ചു വയ്ക്കുക. ഇത് എത്ര ട്രൈ ചെയ്തിട്ടായാലും നിങ്ങളത് പഠിക്കുക എന്നുള്ളതല്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്ത് ഒന്നുകൂടി വീഡിയോ കണ്ടു നോക്കാം. നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ബേസിക് മാത്സിൻ്റെ ഒക്കെ. അപ്പോൾ അതൊക്കെ കണ്ടു നോക്കുക. സോ നമുക്കിനി നെക്സ്റ്റ് സെഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു കാര്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നതും സം ഓഫ് നമ്പറാണ്. നമുക്ക് ഇതൊക്കെ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി കുറേ ക്വസ്റ്റ്യൻ ഉണ്ട് സം ഓഫ് നമ്പർ വെച്ചിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് വരാൻ പോകണം, ഈ വീഡിയോയിൽ ലാസ്റ്റ് വരാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ എത്രയേ ഉള്ളൂ, സം ഓഫ് ഓൾ 2 ഡിജിറ്റ് നമ്പർ. എല്ലാ 2 ഡിജിറ്റ് നമ്പറിൻ്റെയും സം, രണ്ടക്കമുള്ള എല്ലാ നമ്പർ എത്രയുണ്ടോ അതിൻ്റെയൊക്കെ സമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആയിരിക്കും. പക്ഷെ നമുക്കിത് ഈസി ആയിട്ട് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാം. സോ നമുക്കതിന് മുന്നേ നമുക്ക് നാച്ചുറൽ നമ്പർ. എന്താ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ? സിമ്പിളായിട്ട് നമ്മൾ എന്താണ് 1 2 3 കൗണ്ടിങ് നമ്പർ എന്ന് പറയാം. നമ്മൾ കൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നമ്പർ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് ഇതാണ്. 1 2 3 4 5 6 7 നമ്മൾ കൗണ്ട് ചെയ്യുന്ന നമ്പറാണ്. ഫസ്റ്റ് 90 നാച്ചുറൽ നമ്പർ. ഫസ്റ്റ് 90 നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 1 + 2 + ഇങ്ങനെ പ്ലസ് ചെയ്യാം. 3 + 4 + അപ് ടു 90 വരെ നിങ്ങൾ പ്ലസ് ചെയ്യണം.
ഒരു 10 20 ആണെങ്കിൽ നമുക്ക് എഴുതി കൂട്ടായിരുന്നു അല്ലേ. പക്ഷെ ഇത് നടക്കില്ല. നമുക്ക് 90 വരെ നമ്പറിൻ്റെ സമ്മ് എഴുതി കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി സമയം എടുക്കും. നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ്. സമയം ഉണ്ടെങ്കിൽ നമുക്ക് എക്സാം ഇത് മുഴുവൻ എല്ലാവർക്കും ചെയ്യാം. സോ 90 വരെ പ്ലസ് ചെയ്യണമെങ്കിൽ നമ്മൾ പണ്ടൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് 10th ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ AP പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണ് n×n+1/2. ഷെയ്ക്ക് ഹാൻഡിൻ്റെ കേസിൽ n×n-1/2. അത് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഇതാണ് കണക്ട് ചെയ്ത് പഠിക്കാനുള്ളതാണ്. നമ്മൾ GK കണക്ട് ചെയ്ത് പഠിക്കുന്ന പോലെ തന്നെ മാത്സിലും ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. അത് അതുപോലെ പഠിച്ചാൽ കുറച്ച് ഈസി ആയിരിക്കും. n×n+1/2 നമുക്ക് ഈ n എന്താണ്, എത്ര എണ്ണമുണ്ട്, ആ എണ്ണത്തിനെയാണ് കൗണ്ടാണ്. സോ ഈ കൗണ്ടിനെയാണ് നമ്മൾ n എന്ന് പറയുന്നത്. എത്ര കൗണ്ട് ഉണ്ട് ഇവിടെ? 1 2 3 4 5 6 90 വരെ കൗണ്ട് ഉണ്ട്. 90 × 91/2. എക്സാമിന് സ്റ്റെപ്പ് കൂടുതലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ടെക്നിക്ക് ഷോർട്ട് കട്ടുകൾ ഉപയോഗിക്കുക. 45 × 19 ആണല്ലേ? അതെ, വലിയ നമ്പർ ആയിരിക്കും വരിക. നോക്കി 40 9 4 36 നോക്കി 3000-ൻ്റെ മുകളിലൊക്കെ വരും എന്തായാലും. ഏകദേശം ഒരു ഐഡിയ മനസ്സിലായില്ലേ? 90 40 3600-ൻ്റെ മുകളിലൊക്കെ ആയിരിക്കും വാല്യൂ വരിക. എനിക്ക് തോന്നുന്നു ഇതിലേതെങ്കിലും നമ്പർ 4095 വരെ ആവാൻ സാധ്യതയുണ്ട്. നോക്കാം. സോ 45 × 91. നമ്മൾ ഈ ഷോർട്ട് കട്ട് മൾട്ടിപ്ലിക്കേഷൻ ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യാം. എൻ്റെ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 5 45 49 അതിൻ്റെ ആൻസർ വരും 95. നോക്കി നമ്മൾ എക്സാമിന് ചെയ്യുമ്പോൾ നോക്കി ഇതൊക്കെ ഒരു കറക്കി കുത്തലല്ല, പക്ഷേ നമുക്കിത് ആവശ്യമാണ്. നോക്കി 95 കിട്ടിയാൽ നമുക്ക് മാർക്ക് ചെയ്യാം. നമുക്കത് നമ്മളെ ട്രസ്റ്റ് ഉറപ്പുണ്ടെങ്കിൽ നമുക്കിത് മാർക്ക് ചെയ്യുമ്പോൾ നോക്കി നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാൻ പറ്റും. 45 4095 തന്നെയാണ് ആൻസർ വരിക. സോ നമുക്ക് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമുക്ക് കിട്ടിയാൽ അത്രയും നല്ലതാണ്. 4095 നമുക്ക് ആൻസർ കിട്ടി. സോ ഈ നാച്ചുറൽ നമ്പറിൻ്റെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് പോയിന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം? ഇത് നമ്മൾ പറഞ്ഞു തന്നു അല്ലേ? ഈ ക്വസ്റ്റ്യൻ വന്നാൽ സെയിം ആൻസർ. ഇത് നമ്മൾ ഫൈൻഡ് സം ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ. ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നമ്മൾ ചെയ്തല്ലേ ഫൈൻഡ് നമ്പർ ഇതല്ലേ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 90 ഓക്കെ, ഫസ്റ്റ് 90 അല്ലാതെ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം? ഈ പ്ലസ് ചെയ്യുന്ന രീതിയിൽ ചോദിക്കാം. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഫൈൻഡ് ദ സം ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് അപ് ടു 90. ഈ 3 രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ഒറ്റ ഉത്തരവേ ഉള്ളൂ, 90 × 91/2. അപ്പോൾ ഇതേ പോയിന്റിൽ ഇതേപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യും. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എജു ഓൺ ബാങ്കിങ് എന്നുള്ള നോക്കുക. നമ്മുടെ തന്നെ ബാങ്ക് എക്സാമിൻ്റെ കോഴ്സസ് ഉണ്ട്. താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് വാട്സാപ്പിൽ ബാങ്ക് എന്ന് പറഞ്ഞ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ സം ഓഫ് ഈവൻ നമ്പേഴ്സ് ഫ്രം 1 to 38 എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. സോ 1 മുതൽ 38 വരെയുള്ള ഇരട്ട സംഖ്യ ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മ് കാണും. ശരിക്കും അതിൻ്റെ ഒരു നമ്പറായിട്ട് പ്ലസ് ചെയ്യുകയാണ് ഇങ്ങനെ വരിക. 2+ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക, 4+, 6+, ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. 8 വെച്ചിട്ട് നമുക്കിവിടെ 38 വരെ പ്ലസ് ചെയ്യണം. സോ എഴുതി കൂട്ടാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ശരിക്കും നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു? n×n+1/2. അപ്പോൾ ആ /2 ഒഴിവാക്കിയാൽ ഇക്വേഷനായി n×n+1. അത്രയേ ഉള്ളൂ. നമുക്കിവിടെ n എന്തെടുക്കാം? ഇവിടെ ചോദ്യമുണ്ട്, പല ആളുകളും തെറ്റിച്ച് വയ്ക്കുന്നതാണ്. 38 എടുക്കും. 38 × 39. ഇതാണ് നിങ്ങൾ ഫസ്റ്റ് ആദ്യമായിട്ട് എക്സാമിനൊക്കെ പഠിക്കുമ്പോൾ ചെയ്യാം. ശരിക്കും 38 × 39 ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല അല്ലേ? 38 × 39 അല്ല വരിക, വേറെ എന്തോ ആൻസറാണ്. അപ്പോൾ അത് എങ്ങനെയൊന്നും മനസ്സിലാവും. അപ്പോൾ ഇവിടെ നോക്കി നോക്കി, ഇവിടെ n എന്തുകൊണ്ട് 38 വരില്ല എന്ന് വെച്ചാൽ ഇവിടെ 1 to 38 ഈവൻ നമ്പർ ഇല്ല. അതൊരു കൺഫ്യൂഷൻ ആവും ചിലപ്പോൾ. ഇവിടെ നോക്കാം, നമുക്കിവിടെ 1 മുതൽ 10 വരെ വെറുതെ ഒന്ന് എഴുതുക. 1 2 3 4 5 6 7 8 9 10. 10 വരെ എത്ര ഈവൻ നമ്പർ ഉണ്ട്? നമുക്ക് വെറുതെ കൗണ്ട് ചെയ്ത് നോക്കാം. 2 4 6 8 10 1 2 3 4 5. 10 വരെ 5 ഈവൻ നമ്പറും 5 ഓഡ് നമ്പറും ഉള്ളത്. അപ്പോൾ 38 വരെ എത്ര ഉണ്ടായിരിക്കും? എപ്പോഴും അല്ലേ നമുക്ക് പകുതിയാക്കാൻ പറ്റുന്ന നമ്പറാണെങ്കിൽ 38 വരെ ആണെങ്കിൽ 19 ഈവൻ നമ്പറും അതുപോലെ തന്നെ 19 ഓഡ് നമ്പറും ഉണ്ടാവും. അപ് ടു 38 അല്ലേ, 1 to up to 38 പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ 1 to 38 എന്ന് പറയുകയാണെങ്കിൽ, അപ്പോൾ എന്നിൻ്റെ നമ്പർ എത്ര ഇവിടെ വരിക? 38 അല്ല, എത്ര എണ്ണമുണ്ട് ആ എണ്ണമാണ് 19 × 20. 19 എണ്ണമാണ്, 19 × 20 വരും. 19 2 38 350 ആൻസർ വന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം.
എനിക്കൊണ്ട് അടുത്ത ക്വസ്റ്റ്യൻ പോണതിന് മുന്നേ തന്നെ ഓക്കെ, ഇവിടെ ഈ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 38 നമ്പേഴ്സ്, ലൈക്ക് ഈവൻ നമ്പേഴ്സ്. ഫസ്റ്റ് 38 ഈവൻ നമ്പേഴ്സ് നോക്കി. ഇവിടെ ഒരു പോയിന്റ് കിടക്കുന്നുണ്ട്. ഇവിടെയാണ് കാര്യം. ഫസ്റ്റ് എന്ന് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഈ N38 എടുക്കുക. അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു ചേഞ്ച്? ആ ചേഞ്ച് മനസ്സിലാക്കി പഠിച്ച ഈസിയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 1 to 38. 1 to 38 വരികയാണെങ്കിൽ പകുതി എടുക്കുക. കാരണം എന്താണ്? 1 to 38 വരെ പകുതി ഈവൻ നമ്പറും പകുതി ഓഡ് നമ്പറാണ്. പക്ഷെ ഇവിടെ എന്താ പോയിന്റ് എന്താണ്? ഫസ്റ്റ് ആദ്യത്തെ 38. അപ്പോൾ 38 ആണ് N വരിക. N × N+1. 38 × 39. ഇതാണ് ആൻസർ വരിക. നമുക്കൊന്ന് കാൽക്കുലേറ്റ് നോക്കാം. 39 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വരിക? നിങ്ങളുടെ മെത്തേഡ് കാൽക്കുലേറ്റ്, ഞാൻ എൻ്റെ മെത്തേഡ് നോക്കുമ്പോഴേട്ട് 22 = 7, 27 7 34 24 54 58 5 3 9 5 14 1482. സോ അതെ, ശരി തന്നെയാണ്. 1482 തന്നെയാണ് ആൻസർ വരിക. സോ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഫൈൻഡ് ദ സം ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് ആണല്ലേ ഇവിടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു 1 to കാണുകയാണെങ്കിൽ എത്ര എണ്ണം ഉണ്ടാവും? 19 എണ്ണം. 19 വെച്ചാൽ ഈ 38 വരെ ആയതുകൊണ്ട് 19 ഓഡ് നമ്പറിൻ്റെ ഇക്വേഷൻ. ഇപ്പോൾ നമ്മൾ സത്യത്തിൽ ഫസ്റ്റ് ഇക്വേഷൻ പഠിച്ച് N × N+1/2 പഠിച്ചു. പിന്നെ ഈ N × N+1 പഠിച്ചു. ഇനിയിപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ശരിക്കും എന്താ വരണ്ടായിരുന്നു? N വരണമായിരുന്നു അല്ലേ? 2 ഒഴിവാക്കി N+1 ഒഴിവാക്കി. ഇനി N വരണമായിരുന്നു, പക്ഷേ N അല്ല. N-ൻ്റെ ഒപ്പം തന്നെ ഒരു സ്ക്വയറും കൂടി ചേർത്ത് കൊടുക്കുക, N². അപ്പോൾ ഇക്വേഷൻ എന്താണ്? 19². N² വരും. ഇപ്പോൾ 19 ആയതുകൊണ്ട് 19 സ്ക്വയർ 381. എന്തിനാ സ്ക്വയറും ക്യൂബും പഠിക്കണം? ഇതിനാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെഷനിൽ എനിക്ക് തോന്നും നമ്മൾ ഈ സീരീസിൻ്റെ ഒക്കെ ഫസ്റ്റ് ഡേയിൽ പഠിച്ചിട്ടുള്ളത് നമ്പർ ഓഫ് സ്ക്വയേഴ്സ് കാണാതെ പഠിക്കാനുള്ള ചില ടെക്നിക്സ് ഒക്കെ ആയിരുന്നു, അല്ലെങ്കിൽ ചില കാര്യങ്ങളായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 38 വരെ 19 സ്ക്വയർ 381. സോ നമുക്കിവിടെ ഫസ്റ്റ് 38 ഓഡ് നമ്പേഴ്സാണ്. ഇവിടെയാണ് ഫസ്റ്റ് കണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് കണ്ടാൽ 38 N². 38². എത്ര 38² വരിക? 38² എനിക്ക് 40 വരെ 136 എന്ന് പറയുന്നത് 1296 1369 ആയിരുന്നു. 38 എനിക്ക് തോന്നുന്നു 1444 ആണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1444 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ 38 നമ്മൾ സ്പ്ലിറ്റിംഗ് മെത്തേഡ് ഓർമ്മ ഉണ്ടെന്ന് ഇരിക്കില്ലായിരിക്കും. 864 * 6 = 24 48 54 5 3 9 5 14. 1444 തന്നെയാണ് ആൻസർ വരിക. സോ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടി. എത്രയാണ്? ഫസ്റ്റ് 38. അതെ, ഫസ്റ്റ് 38ൻ്റെ സ്ക്വയർ വരും. ഇനിയാണ് കാര്യം മാറുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ മാറുന്നത് നോക്കി 30 + 31+. അതായത് നമ്മൾ ഇത്രയും തുടക്കത്തിൽ പഠിച്ച എന്തായിരുന്നു? തുടക്കത്തിൽ അല്ലെങ്കിൽ നമ്പേഴ്സിൻ്റെ സം കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ച കാര്യം എന്തായിരുന്നു? ഒരു കൗണ്ടിങ് നമ്പർ, സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് 1 to 38, ലൈക്ക് സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് പഠിച്ചിട്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് ഇൻ ബിറ്റ്വീനാണ്. 30 31 32 വരെ പ്ലസ് ചെയ്യണം, 80 വരെ പ്ലസ് ചെയ്യണം. ശരിക്കും ഇതിൻ്റെ നോർമൽ കൺസെപ്റ്റ്, ഷോർട്ട് കട്ട് ഇല്ലാത്ത മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 to 80 വരെ കാണും മൊത്തം. ഇതിപ്പോൾ 1 മുതലില്ല, 30 വരെ മുതലേ ഉള്ളൂ. 1 to 80 വരെ കണ്ടിട്ട് അതിന് എവിടം വരെയുള്ള മൈനസ് ചെയ്യണം? 1 to 29 വരെയുള്ളത് മൈനസ് ചെയ്താൽ മതി. ശരിക്കും 30 മുതലല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അയച്ചു നോക്കുക, അത് മൊത്തം 1 മുതലുണ്ട് ഇവിടെ. അതായത് ഫസ്റ്റ് ഇവിടെ 1 to 80 വരെ ഉണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് എന്താ വേണ്ടത്? 30 മുതൽ 80 വരെ വേണം. ഷോർട്ട് കട്ട് ഇല്ലാത്ത മെത്തേഡാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഷോർട്ട് കട്ടുള്ള മെത്തേഡ് നമുക്ക് പറയാം. അപ്പോൾ ഇതിൽ 29 വരെ ഉള്ളത് മൈനസ് ചെയ്താൽ ബാക്കി 30 to 80 ആയി. സോ ഇവിടെ ഷോർട്ട് കട്ടിൽ പ്രകാരം നമുക്ക് എങ്ങനെ ചെയ്യാം? ഷോർട്ട് കട്ട് എന്ന് വെച്ചാൽ എത്രയേ ഉള്ളൂ? കൗണ്ട് ഇൻറ്റു മിഡിൽ. എത്ര എണ്ണം ഉണ്ട് ഇതിന് നടുഭാഗം, ഇത്രയേ ഉള്ളൂ. കൗണ്ട് എടുക്കുക, എത്ര കൗണ്ട് ഉണ്ട് ഇൻറ്റു എന്താണ് ഇതിൻ്റെ നടുഭാഗം വരിക? എണ്ണം നടു, അതാണ് എൻ്റെ മലയാളത്തിൽ പറയുന്നത്. എണ്ണം എടുക്കുക, നടു എടുക്കുക. അപ്പോൾ നമുക്ക് 30 എത്ര കൗണ്ട് ഉണ്ട് ഇൻ ബിറ്റ്വീൻ 30 to 80 എത്ര കൗണ്ട് ഉണ്ടെന്ന് നോക്കുക നമുക്കിവിടെ. ഇവിടെ പലപ്പോഴും എല്ലാവരും കൺഫ്യൂഷൻ ആവുമെന്ന് വെച്ചാൽ 30 to 80 വരെ എല്ലാവരും എടുക്കുന്ന കൗണ്ട് എന്താണ്? 50 എടുക്കും. പക്ഷേ ഞാൻ പറഞ്ഞു 51 വരിക. അത് മനസ്സിലാവാൻ വേണ്ടി നിങ്ങൾ 10 to 20 വരെയുള്ള ഒരു കൗണ്ട് എടുത്താൽ മതി. 10 + 20 11 12 13 എത്ര വരും? 10 to 20 വരെ 11 എണ്ണം വരും. അത് വെറുതെ ഒന്ന് എഴുതി വെക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. 10 to നിങ്ങളൊരു കാര്യം ചെയ്യുക, 20 വരെ എഴുതുക. എഴുതിയിട്ട് എത്ര എണ്ണം ഈ കൗണ്ട് 10
11, 12, 13, 14, 15, 16, 17, 18, 19, 20. നോക്കി 21 കൗണ്ട് ഉണ്ട്. അപ്പോൾ ഒരിക്കലും അത് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു 30 to 80 എത്ര എണ്ണമുണ്ട്? 50 അല്ല, പകരം 51 എടുക്കാം. എന്താ മിഡിൽ വരിക? ഈ മിഡിൽ നടുഭാഗം കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ടെക്നിക്ക് ഷോർട്ട് കട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടി കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. ഏതൊക്കെയാണ്? 30, 80. 30 + 80 കൂട്ടുക, പകുതി എടുക്കുക. സോ 51 ഇൻറ്റു 110/2 55 വരിക. 51 ഇൻറ്റു 55 വരും. ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. സോ നമുക്ക് 51, 55, 5 വരും. 25, 5, 30, 3, 2805 വരും. നമുക്ക് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം എത്രാമത്തെ. നമുക്കിത് ക്രോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ സോ ആൻസർ 51, 2805 തന്നെയാണ് വരിക. ശരിയാണ്, 2805 തന്നെയാണ് വരിക. ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അതുണ്ടല്ലോ ആൻസർ ഓപ്ഷനിൽ നോക്കിയാൽ മതി. ഇവിടെ 2805 ഉണ്ട്. എപ്പോഴും നമ്മുടെ ഓപ്ഷൻ കൂടി ഇടയ്ക്ക് നോക്കുക. നമുക്കിവിടെ 50 to 90. സോ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് വന്നാൽ എന്ത് ചെയ്യണം? ഡയറക്റ്റ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്. സോ 50 to 90 വരെ നമുക്ക് പ്ലസ് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെത്തേഡ് ഇത്രയേ ഉള്ളൂ. നമുക്ക് സിംഗിൾ സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാൻ ഇവിടെ 41 ഒറ്റ സ്റ്റെപ്പിൽ. ഇതിപ്പോൾ പേനയും പേപ്പറും എടുക്കാത്ത മെത്തേഡാണ് കേട്ടോ പറഞ്ഞത്. 41 ഇൻറ്റു നമുക്ക് ഇവിടെ എന്താണ് 70 ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത്തരം ടെക്നിക്കുകൾ വരുമ്പോൾ ഡയറക്റ്റ് ആൻസറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് 41 ഇൻറ്റു 70. ഇതെങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ 50ഉം 90ൻ്റെ ഇടയ്ക്ക് 41 എണ്ണം ഉണ്ട് അല്ലേ? 40 ഉണ്ടല്ലോ, 41, 41 ഉണ്ട്. 41 ഇൻറ്റു ഈ 70 എവിടെ നിന്നാണ് വന്നത്? 50 + 90, 140/270 വന്നു. അപ്പോൾ നമുക്കിത് ആൻസർ ചെയ്ത് നോക്കാം. 7, 28, 2870 നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. 2870 ആയിട്ടുണ്ട്. സോ നമുക്കിത് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, എല്ലാ ക്വസ്റ്റിലും ഇത് വർക്കാവുമെന്ന്. എല്ലാ ക്വസ്റ്റിലും ഇത് അപ്ലിക്കബിൾ ആണ്, ഇത് വർക്കൗട്ട് ആവും ഉറപ്പായിട്ടും. സോ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2365 വരെ ഉള്ളത് നമുക്ക് ആദ്യം കൗണ്ട് എടുത്ത് നോക്കാം അല്ലേ? 2365 നമുക്ക് ഇവിടെ വരും കേട്ടോ. 23 + 65/2 വരും. ഇനി കൗണ്ട് 23 ഞാൻ എടുക്കുന്നത് ഒരു 23 3 എത്ര വരും? 23 അല്ലേ? 26 43 വരും. അതെ, 43 ഇൻറ്റു 65, 20, 85, 88, 43 ഇൻറ്റു 44. ഇതാണ് ആൻസർ വരിക. 43 ഇൻറ്റു 44 ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ ഓപ്ഷൻ നമുക്ക് കിട്ടുമല്ലോ. 43 ഇൻറ്റു 44 2 വരുന്ന ഓപ്ഷനാണ്. അല്ലേ, 2 ഓപ്ഷൻ 2 വരുന്നുണ്ടല്ലോ ഇവിടെ. 12 = 3, 4, 16, 17, 17, 19, 29, 2, 16 ഉണ്ട്. 1892. യെസ്, 1892 ഉണ്ട്. ആൻസർ കിട്ടി. ഞാൻ ക്രോസ് ചെക്ക് ചെയ്തോട്ടെ എത്രാമത്തെ ക്വസ്റ്റ്യനാണ് ഇവിടെ നമുക്ക് ചെയ്തിട്ടുള്ളത്. സോ 1892 തന്നെയാണുള്ളത്. സോ നമുക്കിവിടെ ആൻസർ ആയിട്ടുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എവിടെയുള്ളത്? എനിക്കൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ അപ്പോൾ നിങ്ങൾ ചെയ്ത് ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഇതിൽ ഓപ്ഷനുണ്ട്, ആൻസറിന് 4 ഓപ്ഷനുണ്ട്. ഇതിൽ ഏതാണ് ആൻസർ വരിക എന്നുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ടെക്നിക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഷോർട്ട് കട്ട് യൂസ് ചെയ്യുക, നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞു എന്ന് വിചാരിക്കും. ടെലിഗ്രാമിൽ എജുഓൺ ബാങ്കിങ് എന്ന ടെലിഗ്രാം ചാനൽ എടുത്ത് നോക്കിയാൽ മതി. എജുഓൺ ബാങ്കിങ് ഈ ടെലിഗ്രാം ചാനൽ എടുത്ത് നോക്കുക. അതിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. മോഡൽ എക്സാംസ് ഒക്കെ ഉണ്ടായിരിക്കും. നമ്മുടെ അതിൻ്റെ ക്ലാസ്സസിന് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു വിചാരിക്കണം. ഈ നമ്പറിൽ ജസ്റ്റ് 9048679679 ജസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞ് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കിവിടെ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യനാണ്. 75 to 97. 75 to 97 നോക്കാം. നമുക്കിവിടെ സം ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഇങ്ങനെ ചോദിക്കാം. ഫ്രം 75 to 97. അപ്പോൾ അത്രയേ ഉള്ളൂ. 75 + 76 + 77 + എക്സെട്ര അപ് ടു +97 വരെ വരും. എത്ര എണ്ണം ഉണ്ടാവും നമുക്കിവിടെ? ഇത് ഏറ്റവും നല്ല വെച്ചാൽ 75ഉം 3ഉം 78, 78ഉം 23, 23 ഇൻറ്റു എണ്ണം നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങളെ മെത്തേഡ് ശരിക്കും ഇത് മൈനസ് ചെയ്തിട്ട് +1 എടുത്താൽ മതി. 97 75 മൈനസ് ചെയ്യുക. അപ്പോൾ 2 വരും. 22 അങ്ങനെ 23 ഞാൻ എഴുതിയിട്ടുള്ളത്. സോ നടു വരും ഇവിടെ. എന്താ നടു വരും ഇവിടെ? 75. ഇത് കൂട്ടി വെക്കേണ്ടിയില്ലേ? 97 165 172 വരും. 172 വരുന്നുണ്ടാവും. അപ്പോൾ നമുക്കിവിടെ 97 75 2 9 16 അല്ലേ?
172 172 186 86 വരും. 23 × 86 തന്നെയല്ലേ, 23 × 86 അത് തന്നെയാണ് ഇതിൻ്റെ ആൻസർ. 86 അല്ലേ വരിക. ഓക്കെ, കാരണം 18 ഇഷ്ടം 1, 11 13, 24 10 34 37 ഇഷ്ടം 3, 8 16 3 19 1978 ഉണ്ടോ? യെസ്, 1978 ഉണ്ട്. സോ നമുക്കിവിടെ 1978 അല്ലേ ആൻസർ? അതെ, അത് തന്നെയാണ് ആൻസർ. സോ ഇത്ര ഈസി ആയിട്ട് സ്പീഡ് നമുക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റൻ ആണ് എനിക്ക് കണ്ടില്ല ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സം ഓഫ് ഓൾ 2 ഡിജിറ്റ് നമ്പേഴ്സ്. എല്ലാ 2 ഡിജിറ്റ് നമ്പറിൻ്റെയും സമ്മ്. എന്ത് ചെയ്യും? നമുക്ക് 2 ഡിജിറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 10 അല്ലേ, 11 12 സ്റ്റാർട്ട് ചെയ്തു. അപ് ടു എത്ര വരും? 90 99 ആണ്. 99 വരെയുള്ള സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതേ മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്താൽ മതി. 10 to 99 കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്പർ എല്ലാം കൂടി എടുത്ത് പ്ലസ് ചെയ്യണം. കാൽക്കുലേറ്റർ ഒന്നും ഇല്ല നമുക്ക് എക്സാമിന്. സോ നമ്മൾ എന്ത് ചെയ്തു? മൊത്തത്തിൽ എണ്ണം നടും കൗണ്ട് ഇൻറ്റു മിഡിൽ. സോ നമുക്കിവിടെ എണ്ണം എത്ര വരും? നമുക്കിവിടെ 10 മുതൽ 99 വരെ വരികയാണെങ്കിൽ 99 10 കുറച്ചാൽ മതി. 89 90 വരും, 90 വരും, അങ്ങനെയല്ലേ വരും? അതെ, 90 വരും. അതെ, 10 90 100 അല്ലേ? ഒരെണ്ണം അധികം വന്നാണ് 90 ഇൻറ്റു ഈ മിഡിൽ ഭാഗം എത്ര വരിക? 199 അല്ലേ വരിക? 199 അല്ല, 10 99 10 109 109/2 കട്ട് ചെയ്തു 45 45. സോ ആൻസർ 45 × 109 വരെ. 5 വെച്ചിട്ടുള്ള 2-3 ഓപ്ഷൻ ഉണ്ട് ഇവിടെ അല്ലേ. ഇവിടെ 94 അല്ലേ, 0 94 36 അല്ലേ വരിക? അതെ, 36 നല്ല 40 4 ഒരു 5 4 9 9. ഇവിടെ 4905 4905 ഉണ്ടോ? അതെ, 4905 ആണ് എനിക്ക് തോന്നുന്നു ആ ആൻസർ. ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഇന്നെടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്പർ സിസ്റ്റമാണ്. നമ്പർ സിസ്റ്റത്തിൽ സം ഓഫ് നമ്പേഴ്സ് വെച്ചിട്ടുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ഡീൽ ചെയ്തിട്ടുള്ളത് സം ഓഫ് 2 നമ്പേഴ്സ് ആൻഡ് ഡിഫറൻസ് വെച്ചിട്ടുള്ള 3 ക്വസ്റ്റ്യൻ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? അതിനുശേഷം നമ്മൾ എടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. നമുക്ക് ഇതുപോലെ സമ്മിൻ്റെ എന്തെങ്കിലും റേഷ്യോ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അതേപോലെ എന്താണ് a+b ഹോൾ സ്ക്വയർ എന്ന് 4a അല്ലേ, 4a+b അല്ലെങ്കിൽ x+y ആയാലും മതി. x+b ഹോൾ സ്ക്വയർ ആണെങ്കിൽ നമ്മളതിന് 4ab മൈനസ് ചെയ്താൽ a-b ഹോൾ സ്ക്വയർ കിട്ടും. പിന്നെ a² - b² a+b × a-bയുടെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന് ഈവൻ നമ്പർ, ഓഡ് നമ്പർ, കൗണ്ടിങ് നമ്പർ, നാച്ചുറൽ നമ്പറിൻ്റെ ക്വസ്റ്റ്യൻ. നാച്ചുറൽ നമ്പറാണ് n × n+1/2 നമ്മൾ ചെയ്തു. 2 ഒഴിവാക്കി n × n+1 ആണ് ഈവൻ നമ്പറാണ്. n² ഓഡ് നമ്പറാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 38ൻ്റെ സ്ക്വയർ എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല. 1444 88² പുതിയ നോളേജാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത്. ലാസ്റ്റ് വന്നിട്ട് എണ്ണം നടു കൗണ്ട് ഇൻറ്റു നമ്പർ തന്നു. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. എഡ്യൂൺ ബാങ്കിങ് ടെലിഗ്രാം ചാനൽ നോക്കുമ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.